to all. Today I am going to teach SIDCO Green Channel System Single Window Scheme. First we start with the SIDCO. SIDCO, expand form of SIDCO, Small Industries Development Corporation. Small Industries Development Corporation. In many state government, for the promotion of small-scale industries, a separate corporation has been set up. This corporation is known as Small Industries Development Corporation. They undertake all kind of activities for the promotion of small-scale industries. അതായത് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോഷന് വേണ്ടി സെപ്പറേറ്റ് കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അവർ ഓൾ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോഷന് വേണ്ട എല്ലാ ആക്ടിവിറ്റീസും ഈ സിഡ്കോ അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. ഇൻ ഷോർട്ട്, ദേ പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് സിഡ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താണ് സിഡ്കോ? സിഡ്കോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം ഫോർ ദി പ്രൊമോഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. In many state government, for the promotion of small scale industries, a separate corporation, ഒരു സെപ്പറേറ്റ് കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ കോർപ്പറേഷനെയാണ് നമ്മൾ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അവർ ദേ അണ്ടർടേക്ക് ഓൾ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോഷന് വേണ്ടിയുള്ള എല്ലാ ആക്ടിവിറ്റീസും സിഡ്കോ അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. ഇൻ ഷോർട്ട്, ദേ പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോഷന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് വേണ്ടി എല്ലാ പ്രൊമോഷനും സിഡ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സിഡ്കോ? നമുക്കറിയാം മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ സ്കെയിൽ സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ്. The main objective of SIDCO is to stimulate the growth of industries in the small scale sector. സ്മോൾ സ്കെയിൽ സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഗ്രോത്തിന് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിഡ്കോൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. സെക്കൻഡ്, ദേ പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. പലതരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അതായത് റോഡ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, ഇങ്ങനെയെല്ലാം സിഡ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ്, ടു പ്രൊവൈഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ്. പലതരത്തിലുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് സിഡ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു പ്രൊമോട്ട് സ്കിൽഡ് ലേബർ. സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതും സിഡ്കോ ആണ്. അപ്പോൾ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സിഡ്കോ? ഫസ്റ്റ് പോയിന്റ്, the main objective of SIDCO is to stimulate the growth of industries in the small scale sector. Second, they provide infrastructure facilities like road, electricity, water, etc. Third, to provide technical assistance. Fourth, to promote skilled labor. Next we move to the next topic, bridge capital. A business unit requires finance for its operation. Financial institutions and commercial banks provide financial assistance in the form of loan. But there may be a time lag between sanctioning of the loan and the actual receipt of the loan from a financial institutions. To bridge the gap, bridge capital is introduced. Thus, bridge capital is the advance given to cover the finance requirement during the time gap between the sanctioning and disbursement of term loan by financial institutions. ഇപ്പോൾ എന്താണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? അതായത് ഏതൊരു ബിസിനസ് യൂണിറ്റിനും റൺ ചെയ്യാനായിട്ട് ഫിനാൻസ് ആവശ്യമാണ്. ഈ ഫിനാൻസ് ആവശ്യമായിട്ടുള്ള സമയത്ത് ഇവർ ഫണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്യും. ഫണ്ടിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് ഫണ്ട് കിട്ടില്ല. ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ, കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ആ ഫണ്ട് സാങ്ഷൻ ചെയ്ത് വരുള്ളൂ. ആ ഒരു ഗ്യാപ്പിൻ്റെ ടൈമിൽ ഇവർക്ക് ഫണ്ട് ഇല്ലാണ്ടിരിക്കും. ആ സമയത്ത് ആ ഒരു ഗ്യാപ്പിൻ്റെ ടൈമിൽ ഇവർക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതായത്
to cover the financial requirement during the time gap between the sanctioning and the disbursement of term loan by financial institutions. ആ ഒരു ടൈം ഗ്യാപ്പിൻ്റെ സമയത്ത് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് കവർ ചെയ്യാനാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിഡ്ജ് ക്യാപിറ്റൽ ഈസ് ദ അഡ്വാൻസ് ഗീവൻ ടു കവർ, അഡ്വാൻസ് കൊടുക്കുന്നത് ടു കവർ ദ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് സാങ്ഷൻ ചെയ്യുന്ന സമയത്തും അത് കിട്ടാനായിട്ട് ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ആ ടൈം ഗ്യാപ്പിനെ കവർ ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഫണ്ടിനെയാണ് റിക്വയർമെൻറ്റ് ഡ്യൂറിങ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സാങ്ഷൻ ചെയ്യാനും അതുപോലെ ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ടേം ലോൺ ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സാങ്ഷൻ ചെയ്ത സമയം അത് കൊടുക്കുന്നതിനും ഇടയിലുള്ള ഗ്യാപ്പിൽ ബിസിനസ് യൂണിറ്റിന് വേണ്ട ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ബ്രിഡ്ജ് ക്യാപിറ്റലാണ്. ബ്രിഡ്ജ് ക്യാപിറ്റലിനെ പറയുന്ന വേറൊരു പേരാണ് ബ്രിഡ്ജ് ഫിനാൻസ്. ഇപ്പം എന്താണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ? Bridge capital is the advance given to cover the financial requirement during the time gap between the sanctioning and disbursement of term loan by financial institutions. This bridge capital is also called bridge finance. Next, benefit of bridge capital. What are the benefit of bridge capital? First point, approval time for bridge finance is typically shorter than those for banks issued loan. അതായത് ഇപ്പോൾ ബാങ്ക്സിലൊക്കെ നമ്മൾ ലോണിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യുന്നതും സാങ്ഷൻ ആവുന്ന ടൈം പീരീഡ് കൂടുതലായിരിക്കും. ഈ ബ്രിഡ്ജ് ഫിനാൻസിൽ ഷോർട്ടാണ്, ആ ഒരു ടൈം പീരീഡ് ഷോർട്ടാണ്. Approval time for bridge finance is typically shorter than those for bank issued loan. ബാങ്ക്സ് ഇഷ്യൂ ചെയ്യുന്നതിനേക്കാളും ഷോർട്ടാണ് ഈ അപ്രൂവൽ ടൈം. സെക്കൻഡ് പോയിന്റ്, ബ്രിഡ്ജ് ക്യാപിറ്റൽ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസസ്. ബ്രിഡ്ജ് ക്യാപിറ്റൽ പേഴ്സണൽ പർപ്പസിനും വേണ്ടി യൂസ് ചെയ്യാം, അല്ലാണ്ട് ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രമല്ല. ബ്രിഡ്ജ് ക്യാപിറ്റൽ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസസ്. Next, to provide vital information and support to trainers, promoters and entrepreneurs by organizing research and documentation relevant to entrepreneurship development. ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള വൈറ്റൽ ഇൻഫർമേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ ട്രെയിനേഴ്സിന് സപ്പോർട്ട്, പ്രൊമോട്ടേഴ്സിന് ആൻഡ് ഓണ്ടർപ്രണേഴ്സിന് ബൈ ഓർഗനൈസിങ് റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. ഇതും ആര് നടത്തുന്നുണ്ട്? ബ്രിഡ്ജ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത്, ടു ട്രെയിൻ ദ ട്രെയിനേഴ്സ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് ഇൻ വേരിയസ് ഏരിയ ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ വേരിയസ് ഏരിയാസിൽ പ്രോപ്പർ ട്രെയിനിങ് ട്രെയിനേഴ്സിനും പ്രൊമോട്ടേഴ്സിനും കൊടുക്കുന്നുണ്ട്. സിക്സ്ത് പോയിന്റ്, ടു ട്രെയിൻ ദ ട്രെയിനീസ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് ഇൻ വേരിയസ് ഏരിയാസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ വേരിയസ് ഏരിയാസിൽ ട്രെയിൻ കൊടുക്കാനായിട്ട് ട്രെയിനേഴ്സിനും പ്രൊമോട്ടേഴ്സിനും കൺസൾട്ടൻസിനും. സെവൻത്ത്, ടു പ്രൊവൈഡ് നാഷണൽ ഇൻ്റർനാഷണൽ ഫോറംസ് for the interaction and exchange of experience helpful for policy formulation and modification at various level. അതായത് നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലിലും ഫോറംസ് എസ്റ്റാബ്ലിഷ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എയ്ത്ത്, to offer consultancy nationally or internationally for promotion of entrepreneurship and small business unit. സ്മോൾ ബിസിനസ് യൂണിറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലിലും കൺസൾട്ടൻസി ഓഫർ ചെയ്യുന്നുണ്ട്. നയൻത്ത് പോയിന്റ്, ടു ഷെയർ ഇൻ്റർനാഷണലി ഇറ്റ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. അതായത് നാഷണലിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണലിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ബ്രിഡ്ജ് ക്യാപിറ്റൽ ഹെൽപ്ഫുള്ളാണ്. ഇപ്പം എന്താണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ? Bridge capital is the advance given to cover the financial requirement during the time gap between the sanctioning and disbursement of term loan by financial institutions. ഫണ്ട് അപ്ലൈ ചെയ്യുന്നതും ആ കിട്ടുന്ന ടൈമിലെ ഒരു ടൈം ഗ്യാപ്പ് മിനിമൈസ്, ആ ടൈം ഗ്യാപ്പിൻ്റെ സമയത്ത് ഫണ്ട് കൊടുക്കുന്നതാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ ചെയ്യുന്നത്. ബ്രിഡ്ജ് ക്യാപിറ്റലിനെ പറയുന്ന വേറൊരു പേരാണ് ബ്രിഡ്ജ് ഫിനാൻസ്. നെക്സ്റ്റ്, നീസ് ബെഡ്.
that is National Institute for Entrepreneurship and Small Scale Development. NISDO was registered as a society under the Government of India Society Act and started functioning from 6th July 1983. 6th July 1983 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സൊസൈറ്റി ആക്ടിൻ്റെ അണ്ടറിലാണ് NISDO എസ്റ്റാബ്ലിഷ് ചെയ്തത്. The main purpose of NISDO is to organize, conduct and coordinate training programs for entrepreneurship development in collaboration with the various institutions and organizations. NISDOയുടെ മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, അതിനെ കോർഡിനേറ്റ് ചെയ്യുക for the entrepreneurship development in collaboration with the various institute and organization. വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷനോ ഓർഗനൈസേഷനോട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഓണ്ടർപ്രനേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ട പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് NISDOയുടെ മെയിൻ എയിം. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ് ഓഫ് NISDO: to evolve standardized material and processing for selection, training, support and substance of entrepreneurs potential and existing. അതായത് സ്റ്റാൻഡേർഡ്സ് മെറ്റീരിയൽ പ്രോസസ്സിങ് ഫോർ സെലക്ഷൻ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയേഴ്സ്, ട്രെയിനിങ്, സപ്പോർട്ട് ഇതൊക്കെ കൊടുക്കുക. സെക്കൻഡ്, ടു ഹെൽപ്പ് സപ്പോർട്ട് ആൻഡ് അഫിലിയേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ക്യാരി ഔട്ട് ട്രെയിനിങ് ആൻഡ് അതർ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, ടു സെർവ് ആസ് എൻ അപ്പെക്സ് നാഷണൽ ലെവൽ റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് അപ്പെക്സ് നാഷണൽ ലെവൽ റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് വർക്ക് ചെയ്യുക. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് വൈറ്റൽ ഇൻഫർമേഷൻ ആൻഡ് സപ്പോർട്ട് ടു ട്രെയിനേഴ്സ്, പ്രൊമോട്ടേഴ്സ്, ഓണ്ടർപ്രണേഴ്സ്, ഇവർക്കൊക്കെ വൈറ്റൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, ടു ട്രെയിൻ ദ ട്രെയിനേഴ്സ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് ഇൻ വേരിയസ് ഏരിയാസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി വേരിയസ് ഏരിയാസിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് പ്രൊമോട്ടേഴ്സിനും അതുപോലെ തന്നെ ട്രെയിനേഴ്സിനും കൊടുക്കുക. സിക്സ്ത്, ടു ട്രെയിൻ ദ ട്രെയിനേഴ്സ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് ഇൻ വേരിയസ് ഏരിയ ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ വേരിയസ് ഏരിയാസിന് പ്രൊമോട്ടേഴ്സിനും ട്രെയിനേഴ്സിനും കൺസൾട്ടൻസിനും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ഫോറംസ് ഫോർ ദി ഇൻട്രാക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് എക്സ്പീരിയൻസ്, അതായത് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഫോറംസ് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ടു ഓഫർ കൺസൾട്ടൻസി നാഷണലി ഓർ ഇൻ്റർനാഷണലി ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഓണ്ടർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൺസൾട്ടൻസി, അത് നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലും എസ്റ്റാബ്ലിഷ് ചെയ്യുക. നെക്സ്റ്റ്, ടു ഷെയർ ഇൻ്റർനാഷണലി ഈസ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഓണ്ടർപ്രണർഷിപ്പിന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഷെയർ ചെയ്യുക ഇൻ്റർനാഷണലി. നെക്സ്റ്റ്, ഗ്രീൻ ചാനൽ സിസ്റ്റം. In each DIC, there are green channel countries and single window channel board. Under the single window scheme, industrial unit need not apply to different agencies and department for different license and certificate. നമുക്കറിയാം, ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവിടുന്ന് പല സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും കിട്ടാനുണ്ട്. അപ്പം നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അപ്ലൈ ചെയ്യേണ്ട, ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്താൽ എല്ലാം അവിടെ തന്നെ കിട്ടും. അതാണ് സിംഗിൾ വിൻഡോ സ്കീം അല്ലെങ്കിൽ ഗ്രീൻ ചാനൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്രീൻ ചാനൽ സിസ്റ്റം ഈ സിംഗിൾ വിൻഡോ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം? ഇൻഡസ്ട്രിയൽ യൂണിറ്റ് വിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മിഷനറി അപ് ടു 2 lakh, 2 ലക്ഷം വരെയാണെങ്കിൽ അവർ ആരെ സമീപിക്കണം? ഗ്രീൻ ചാനൽ സിസ്റ്റം. The single window system is a scheme introduced by the government of Kerala with the aim of simplifying the procedure in connection with the registration. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ രജിസ്ട്രേഷന് വേണ്ട പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്യാനാണ് സിംഗിൾ വിൻഡോ സ്കീം അഡോപ്റ്റ് ചെയ്തത്. ഇപ്പോൾ എന്താണ് സിംഗിൾ വിൻഡോ സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ സിംഗിൾ വിൻഡോ സ്കീം is introduced by the government of Kerala with the aim of simplifying the procedure. ഞാൻ പറഞ്ഞില്ലേ, പല സർട്ടിഫിക്കറ്റും പല സ്ഥലങ്ങളിലും പോകേണ്ടി വരും. ആ പ്രൊസീജിയർ സിംപ്ലിഫൈ ചെയ്യാനാണ് ഗ്രീൻ ചാനൽ സിസ്റ്റവും അതുപോലെ തന്നെ സിംഗിൾ വിൻഡോ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഗ്രീൻ ചാനൽ സിസ്റ്റത്തിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 2 lakh അല്ലെങ്കിൽ അതിൽ എബോവ് ആണെങ്കിലാണ് നമ്മൾ ഗ്രീൻ ചാനൽ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സിംഗിൾ വിൻഡോ സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് സിഡ്കോ കവർ ചെയ്തു, NISDO, ബ്രിഡ്ജ് ക്യാപിറ്റൽ, ഗ്രീൻ ചാനൽ, സിംഗിൾ വിൻഡോ സ്കീം.
Okay, next assignment question. First question, what is green channel system? Second, what is single window scheme? Third, explain SIDCO. Okay, thank you.